കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. പുതിയ നാമനിർദ്ദേശത്തിന് നിർദ്ദേശം നൽകി. സർക്കാർ നോമിനേറ്റ് ചെയ്ത രണ്ടുപേരുടെയും നിയമനം ഹൈക്കോടതി ശരിവെച്ചു. വിശദാംശങ്ങളുമായി എ.ടി. അശ്വതി ചേരുന്നു. അശ്വതി, ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ്. തൻ്റെ അംഗങ്ങളെ സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം തനിക്കുണ്ട് എന്നൊക്കെ ഉള്ള ഗവർണറുടെ വാദത്തിന് ഏൽക്കുന്ന തിരിച്ചടി കൂടിയാണിത്. മറ്റൊന്ന്, സർക്കാർ നിയമിച്ചവരെ, സർക്കാർ നോമിനേറ്റ് ചെയ്തവരുടെ നിയമനം ശരിവെക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയ സംഭവവികാസങ്ങളായിരുന്നു. ഗവർണർ സർക്കാർ പോരിലെ നിർണായകമായ ഒന്നായിരുന്നു ഈ ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ദുരുപയോഗം എന്ന സർക്കാർ വാദം. ഇത് ഒരുപക്ഷെ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന കാഴ്ചകൾ നാം നേരത്തെ കണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇതിലേക്ക് എത്തുന്നത്. കേരള സർവകലാശാലയിലേക്ക് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സെനറ്റിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച അംഗങ്ങളുടെ കാര്യത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു. അത്തരം ഗവർണറുടെ നിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിശദാംശങ്ങളുമായി എ.ടി. അശ്വതി തന്നെ ചേരുകയാണ്. അശ്വതി, സർക്കാരിന് അനുകൂലമായ വിധിയും എന്നാൽ ഗവർണർക്ക് തിരിച്ചടിയും. നേരത്തെ സർക്കാർ ഗവർണർ കോൺഫ്ലിക്റ്റിൽ കോടതി ഇടപെടൽ കൂടുതൽ സുവ്യക്തമാകുന്ന ഒരു സംഭവവികാസം കൂടിയാണിത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? അജിംഷാദ്, കേരള സർവകലാശാല സെനറ്റിലേക്ക് സ്വന്തം നിലയ്ക്ക് ഗവർണർ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ആ ഒരു നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഹർജിക്കാരുടെ ഭാഗം കൂടി കേട്ട് പുതിയ നോമിനേഷൻസ് വഴി അപ്പോയിൻമെൻറ്റ് നടത്താൻ ആണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കുള്ളിൽ നാമനിർദ്ദേശം നടത്താനും ചാൻസലർ കൂടിയായ ഗവർണറോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വന്തം നിലയ്ക്ക് നോമിനേറ്റ് ചെയ്യാൻ അവകാശമുണ്ടെന്നായിരുന്നു ഗവർണർ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 പേരുടെ നിയമനം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് അരുണിമ അശോക് നൽകിയ ഹർജിയാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. രജിസ്ട്രാർ നൽകിയിട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഗവർണർ സ്വന്തം നിലയ്ക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടി നേരിടുന്നതിന് കാരണമായത്. കെ.ആർ. ഗണേഷ്, ഗൗരി ബാലഗോപാൽ, ശ്രീലക്ഷ്മി A.S തുടങ്ങിയവരെയൊക്കെയായിരുന്നു ഗവർണർ ഈ പദവിയിലേക്ക്, ഈ ഒരു സെനറ്റിലേക്ക് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇവരെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിലുള്ള ഒരു നിയമനം നടത്തിയത് എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായത്. എന്തായാലും ഗവർണർ സ്വന്തം നിലയ്ക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ അവകാശമുണ്ടെന്ന ഗവർണറുടെ വാദവും ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അജിംഷാദ്. ശരി, അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർ നിയമിച്ച അംഗങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വമാകുന്നു. വീണ്ടും പുതിയ നിർദ്ദേശം, പുതിയ നോമിനേഷൻ നൽകാനാണ് ഗവർണർക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ സർക്കാർ നോമിനേറ്റ് ചെയ്ത, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തവരെ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് അശ്വതി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, ഇ.പി.